വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ നെക്സ്റ്റ് പോളിമേഴ്സിലെ കുറച്ച് കോമ്പൗണ്ട്സ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് നമ്മളുടെ കെവ്ലാർ, അതേപോലെ തന്നെ ABS ആണ്. പിന്നെ കുറച്ച് സ്പെഷ്യാലിറ്റി പോളിമേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണത് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മളുടെ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആണ്. അതിൽ വരുന്ന പോളി അനിലീൻ ആണ് മെയിനായിട്ടുള്ള ആൾ. പിന്നെ അല്ലാതെ പോളി അസറ്റിലീൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ കെവ്ലാറിലേക്ക് വരുവാണെങ്കിൽ, കെവ്ലാർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്ന് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ 2 മാർക്ക് ചോദിക്കുകയാണെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരാളെന്ന് പറയുന്നത്, ഇപ്പോൾ കെവ്ലാറിനെ പറ്റി അല്ലെങ്കിൽ ABSനെ പറ്റി ചോദിക്കുമ്പോൾ ABSൽ ആരൊക്കെയാണുള്ളത്, A ആരാണ്, B ആരാണ്, S ആരാണ്, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന 3 മോണോമർ ആരൊക്കെയാണ്. പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ കെവ്ലാറിലേക്ക് വരികയാണെങ്കിൽ, കെവ്ലാർ എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ പോളിമറാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. പോളി അമൈഡാണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ആരോമാറ്റിക് അമൈഡാണ്. പിന്നെ അതിൻ്റെ മോണോമർ എന്താണ്, ദെൻ കെവ്ലാറിൻ്റെ ശരിക്കുള്ള പേരെന്താണ്, അതായത് ആ പോളിമറിൻ്റെ പേരിലുള്ള, അതായത് പോളിമറിൽ നിന്ന് എഴുതുമ്പോൾ നമുക്ക് ഇപ്പോൾ അതിൽ നമ്മളുടെ ഫീനൈൽ അനിലീൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ടെറിഫ്താലിക് ആസിഡ് ഉണ്ടാകുമ്പോൾ രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ള ആളാണ് കെവ്ലാർ. അപ്പോൾ അതിൻ്റെ നെയിം എന്താണ്? ഓക്കെ, കെവ്ലാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പനി പേരാണ്, കണ്ടുപിടിച്ച രീതിയിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് നമ്മളുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റോങ്, അല്ലെങ്കിൽ ഇത് എൻ്റെ കെവ്ലാറിനെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ABSനെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കെവ്ലാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഫോർ സിന്തറ്റിക് ഫൈബർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്യൂപോയിൻ്റ് കെമിക്കൽ കമ്പനി. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അത് എന്താണ്, ഒരു കെമിക്കൽ കമ്പനി കൊടുത്തതാണ്. ഓക്കെ, ഒരു ട്രേഡ് മാർക്കായിട്ട്. പക്ഷെ കെമിക്കൽ നെയിം എന്ന് പറയുകയാണെങ്കിൽ അത് പോളി പാരാഫിനിലിൻ ടെറിഫ്താലമൈഡ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ, കെമിക്കൽ നെയിം പോളി പാരാഫിനിലിൻ ടെറിഫ്താലമൈഡ് ആണ്. അപ്പോൾ ആരോമാറ്റിക് പോളി അമൈഡ് ആണ് ആര്, കെവ്ലാർ. ഓക്കെ, ഇനി ഇതിൽ പോളിമറൈസേഷൻ നടക്കുന്നത് കെവ്ലാർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ യൂസ് ചെയ്യേണ്ടി വരും? ടെറിഫ്താലിക് ആസിഡ് ഡൈക്ലോറൈഡ്, അതേപോലെ തന്നെ പാരാ അമിനോ അനിലിൻ. ഇതല്ലാതെ 2 പേരും കൂടിയുണ്ട്. ഞാനത് നെക്സ്റ്റ് ഫിഗറിൽ ഞാൻ കെവ്ലാറിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വേറെ പേരാണ് എഴുതിയിരിക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് എഴുതിയത്, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, ടെറിഫ്താലിക് ആസിഡ് ഡൈക്ലോറൈഡ് ആൻഡ് പാരാ അമിനോ അനിലിൻ. അതായത് ഇവിടെ ശരിക്കും 2 അമീൻ ഉണ്ട്. ഓക്കെ, ഇയാൾ ബെൻസീൻ റിങ്ങിലുള്ള ആളാണ്, ബെൻസീൻ റിംഗ് ആണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ നമുക്ക് ഫീനൈൽ എന്നാണ് പറയുക, ഹൈഡ്രജൻ ഒഴിവാക്കി കഴിഞ്ഞാൽ. ഇനി ഒരു ഹൈഡ്രജനെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, 2 അമീൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പാരാഫിനിലിൻ അമീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ ഞാൻ ബെൻസീൻ റിങ്ങിൽ NH2 ഇട്ടാൽ അയാൾ പറയുന്ന പേരാണ് അനിലിൻ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ വീണ്ടും ഒരു NH2 ഇട്ടാൽ വേണമെങ്കിൽ എനിക്ക് പറയാം അമിനോ അനിലിൻ. അതാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിരിക്കുന്നത്, പാരാ അമിനോ അനിലിൻ. കുറ്റം പറയാനൊന്നും പറ്റില്ല, അയാൾ പറഞ്ഞ് ശരിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആരോമാറ്റിക് പോളിഅമൈഡ് ഫോംഡ് ബൈ പോളിമറൈസേഷൻ ഓഫ്, നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക, ടെറിഫ്താലിക് ആസിഡ് ഡൈക്ലോറൈഡ് ആൻഡ് പാരാമിനോലിൻ. ഓക്കെ, ഇതൊരു കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ബൈ പ്രൊഡക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് പോളിമർ റിസംബ്ലിങ് നൈലോൺസിന് റിസംബിൾ ചെയ്യാം വിത്ത് വൈഡ് റേഞ്ചിങ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ കണ്ടൻസേഷൻ പോളിമർ ആണ്, പോളിഅമൈഡ് ആണ്. പോളിമറൈസേഷൻ നടക്കുന്ന ടെറിഫ്താലിക് ആസിഡ് ഡൈക്ലോറൈഡും പാരാമിനോലിനും തമ്മിലാണ്. എനിക്ക് ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നത് HCl ആണ്. ഇനി അതല്ലാതെ ഇവിടെ പേരുണ്ട്, ടെറിഫ്താലോയിൽ ക്ലോറൈഡ് പാരാഫിനിലിൻ ഡയമീന്. കിട്ടുന്ന സ്ട്രക്ചർ ഇതാണ്, കെവ്ലാറിൻ്റെ സ്ട്രക്ചർ ഇതാണ്. അതായത് ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് CONH എന്ന് പറയുന്ന ബോണ്ട് ഉണ്ടാകുമ്പോൾ അയാൾ പറയുന്ന പേരാണ് അമൈഡ്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യനിൽ അമൈഡ് ഇല്ല എങ്കിൽ വേണമെങ്കിൽ ഓപ്ഷൻസിൽ കെമിസ്ട്രി വൈസിൽ എനിക്ക് തരാവുന്ന ഒരാളാണ് CONH, അയാളാണ് അമൈഡ്. ഓക്കെ, കെവ്ലാറിലുള്ള ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അമൈഡ്, പോളി അമൈഡ് ആണ് കെവ്ലാർ. ദെൻ പ്രോപ്പർട്ടീസ്,
നമ്മുടെ ആരോമാറ്റിക് പോളിയമൈഡിനെ വേണമെങ്കിൽ നമുക്ക് പറയാം അരാമിഡ് പോളിമർ. ഇയാൾ ഒരു ആരോമാറ്റിക് പോളിയമൈഡ് ആണ്. പോളിയമൈഡാണ് നമ്മൾ പറഞ്ഞു. ആരോമാറ്റിക് പോളിയമൈഡ് ആണ്. കാരണം നിൽക്കുന്ന ആൾക്കാർ രണ്ട് ചെങ്ങായിമാർ ആരുണ്ട്? ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. There is a stronger intermolecular force of attraction between adjacent polymer chain, making it exceptionally stable and heat resistance. ഇതിൽ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് സ്റ്റീലിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, സ്റ്റീലിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആളാണ് നമ്മൾ കെവ്ലാറിനെ പറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെ ഹൈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്ലെക്സിബിലിറ്റി വിത്ത് ഹീറ്റ് സ്റ്റെബിലിറ്റി ആണ്, മോർ റിജിഡ് ദാൻ നൈലോൺസ് ആണ്. ഇനി ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ് ഇവിടെ. എയറോസ്പേസ് ആൻഡ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യാം, ബുള്ളറ്റ് പ്രൂഫിൽ യൂസ് ചെയ്യാം, മോട്ടോർ സൈക്കിള്, ടയർ, ബ്രേക്ക്, ക്ലച്ച് ലൈനിങ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, റോപ്പ് ആൻഡ് കേബിൾസ്, പിന്നെ ഹൈ പെർഫോമൻസ് മെറ്റീരിയൽസ്. ഇതിനകത്ത് പറഞ്ഞ പോലെ സ്റ്റീലിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. പിന്നെ രണ്ടാമത്തെ ആള് എൻ്റെ അക്രിലോ നൈട്രൈൽ ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ. നോക്കിക്കേ, ABSലുള്ള 3 ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 A അക്രിലോ നൈട്രൈൽ, 2 ബ്യൂട്ടാഡൈൻ, 3 സ്റ്റൈറീൻ. റെഡി അല്ലേ? അക്രിലോ നൈട്രൈൽ ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ ഇസ് എ ടെർപോളിമർ. ടെർപോളിമർ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മോണോമറിന് യൂസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാ? 1 അക്രിലോ നൈട്രൈൽ, 2 ബ്യൂട്ടാഡൈന്, 3 സ്റ്റൈറീന്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഡ്യൂറിങ് വേൾഡ് വാർ 2. യൂഷ്വൽ കോമ്പോസിഷൻസ് ആർ അബൌട്ട് ഹാഫ് സ്റ്റൈറീൻ എടുക്കുക, ബാലൻസ് നമ്മൾ ബ്യൂട്ടാഡൈൻ അക്രിലോ നൈട്രൈലിന് വിട്ടുകൊടുക്കാം. ഓക്കെ, സാധാരണയായിട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റൈറീൻ മൂന്നാമത്തെ ആൾ എസ്സിന് ഞാൻ 50% എടുത്ത്, ബാക്കി 50%ത്തിൽ എനും ബിനും തമ്മിൽ വീതിക്കുക. 25, 25, 30, 20 എന്താണെന്ന് വെച്ചാൽ അങ്ങ് വീതിച്ചെടുത്തോളാം. ഓക്കെ, സോ ഹാഫ് സ്റ്റൈറീൻ, അതാണ് യൂഷ്വൽ കോമ്പോസിഷൻ. ഇനി ഇതിൽ 3 ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ അക്രിലോ നൈട്രൈൽ കോൺട്രിബ്യൂട്ട് കെമിക്കൽ റെസിസ്റ്റൻസ് തരും, ഹീറ്റ് റെസിസ്റ്റൻസ് തരും, ഹൈ സ്ട്രെങ്ത് തരും. ഇതാണ് അക്രിലോ നൈട്രൈലിൻ്റെ കോൺട്രിബ്യൂഷൻ. ദെൻ ബ്യൂട്ടാഡൈൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ടഫ്നെസ്, ഇമ്പാക്ട് സ്ട്രെങ്ത് ആൻഡ് ലോ ടെമ്പറേച്ചർ പ്രോപ്പർട്ടി റിട്ടൻഷൻ. ഓക്കെ, ടഫ്നെസ്, ഇമ്പാക്ട് സ്ട്രെങ്ത്. സ്റ്റൈറീൻ ആണെങ്കിൽ റിജിഡിറ്റി ഉണ്ട്, ഗ്ലോസിനെസ് ഉണ്ട്, പ്രോസസബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അപ്ലിക്കേഷൻസിൽ പറയാം. ഓക്കെ, അതായത് അപ്ലിക്കേഷൻസ് അല്ല, പ്രോപ്പർട്ടീസിൽ പറയാം. അതായത് ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, ദെൻ ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഫ്ലെയിം റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ ഗ്ലോസിനെസ് ഉണ്ട്, ഇമ്പാക്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഗുഡ് പ്രോസസബിലിറ്റി ഉണ്ട്. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ് പ്രോസസബിലിറ്റിക്ക് സ്റ്റൈറിൻ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗുഡ് ഇമ്പാക്ട് സ്ട്രെങ്ത്തിന് ബ്യൂട്ടാഡൈൻ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസിന്, ഗുഡ് ഹീറ്റ് റെസിസ്റ്റൻസിന് എൻ്റെ അക്രിലോ നൈട്രൈൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് 3 കൂടെ അടങ്ങിയിട്ടുള്ള ആളാണ് ആര്? എൻ്റെ ABS പോളിമർ. ഓക്കെ, കൺസിഡറബിൾ വേരിയേഷൻസ് ആർ പോസിബിൾ റിസൾട്ടിങ് ഇൻ ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് ABS വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഫീച്ചർ ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ വാരിയേഷൻസ് എയും ബിയും എസ് വാരിയേഷൻസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിനും പ്രോപ്പർട്ടീസിനും, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിനും വാരിയേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസിന് വാരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് ABS ഹാവ് അട്രാക്റ്റീവ് അപ്പിയറൻസ്. അതേപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റഡ് ABS പ്ലാസ്റ്റിക്സ് ഹാവ് ബ്രൈറ്റ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് നെയിം പ്ലേറ്റ്സ്, റിഫ്ലക്റ്റേഴ്സ്. അപ്പോൾ റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റഡ് ABS പ്ലാസ്റ്റിക്സ്, ഇലക്ട്രോ പ്ലേറ്റഡ് ABS പ്ലാസ്റ്റിക്സ്. ഇനി ABS പോളിമേഴ്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ കോപോളിമറൈസേഷൻ ആണ്. അതായത് അക്രിലോ നൈട്രൈൽ സ്റ്റൈറീന് പോളിമറൈസ് ഇൻ ദ പ്രസൻസ് ഓഫ് പോളിബ്യൂട്ടാഡൈൻ ലാറ്റക്സ് എന്ന് വെച്ചാൽ 3 ആളും അക്രിലോ നൈട്രൈലും സ്റ്റൈറീനും എടുക്കുക, ദെൻ പോളിബ്യൂട്ടാഡൈൻ ലാറ്റക്സ് എന്ന് വെച്ചാൽ ബ്യൂട്ടാഡൈൻ്റെ ലാറ്റക്സുമായിട്ട് പോളിമറൈസേഷൻ നടത്തുക. അപ്പോൾ ABS ആയി. ഇനി അതല്ലെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റൈറീനും അക്രിലോ നൈട്രൈലും എടുക്കുക, അതായത് എയും എസും എടുക്കുക, പിന്നെ അക്രിലോ നൈട്രൈലും ബ്യൂട്ടാഡൈനും എടുക്കുക എന്ന് വെച്ചാൽ എയും ബിയും എടുക്കുക, ഇവർ തമ്മിൽ ബ്ലെൻഡ് ചെയ്യിക്കുക. ഓക്കെ, കോപോളിമർ ഓഫ് സ്റ്റൈറീൻ അക്രിലോ നൈട്രൈൽ, അതായത് സ്റ്റൈറീൻ അക്രിലോ നൈട്രൈലിൻ്റെ കോപ്പോളിമർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അക്രിലോ നൈട്രൈൽ ബ്യൂട്ടാഡൈൻ്റെ കോപ്പോളിമർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കോപ്പോളിമർ എന്ന് വെച്ചാൽ 2 മോണോമർ ഡിഫറെൻ്റ് ആകുമ്പോഴാണ് നമ്മൾ കോപ്പോളിമർ എന്ന് പറയാം. ഓക്കെ, അതായത് സ്റ്റൈറീൻ ഒരാൾ, അക്രിലോ നൈട്രൈൽ വേറൊരാൾ, ഇവർ രണ്ടാളെയും കൂടി ഉണ്ടാക്കിയ പോളിമറാണ് AS. അപ്പോൾ 2 ഡിഫറെൻ്റ് ആൾ വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് കോപ്പോളിമർ എന്ന് പറയുന്നു. ഓക്കെ, AS, അക്രിലോ നൈട്രൈൽ AB. അപ്പോൾ ഇവർ രണ്ടാളും തമ്മിൽ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് മിക്സർ ഈസ് കോയാഗുലേറ്റഡ്, അയാളാണ് എൻ്റെ പ്രൊഡക്റ്റ്.
The best method is by preparing suitably cross-linked acrylonitrile butadiene rubber മിക്സിങ് വിത്ത് സ്റ്റൈറീൻ അക്രിലിനൈട്രിൽ കോപ്പോളിമർ. നമ്മൾ ക്രോസ് ലിങ്ക് ചെയ്യിക്കുക, അതായത് നമുക്ക് പോളിമറിൽ നമ്മൾ ജനറൽ ഇൻട്രക്ഷനിൽ നമ്മൾ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഡബിൾ ബോണ്ടിൽ ചിലപ്പോൾ ലീനിയർ ആയിട്ട് ബോണ്ടിങ് നടത്തുന്ന ആൾക്കാരുണ്ടാവും. ചില കേസിൽ നമ്മളിപ്പോൾ എന്താണ് ഹെവി അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിമർ, ലോ ഡെൻസിറ്റി പോളിമർ എന്നൊക്കെ പറയുമ്പോൾ ചിലതിൽ ബ്രാഞ്ചിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ലാതെ ഇവർ തമ്മിൽ ക്രോസ് ലിങ്കിങ് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റ് ആവും. ഓക്കെ, അങ്ങനെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്യൂട്ടബിൾ ആയിട്ട് ക്രോസ് ലിങ്ക്ഡ് അക്രിലിനൈട്രിൽ ബ്യൂട്ടഡൈൻ, അതായത് ABനെ ഞാൻ മിക്സിങ് വിത്ത് സ്റ്റൈറിൻ അക്രിലിനൈട്രിൽ എന്ന് വെച്ചാൽ AS, ഓക്കെ, അവരായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ റേഷ്യോ ഓഫ് ദ മോണോമർ ആൻഡ് പാറ്റേൺ ഓഫ് ദിയർ അറേഞ്ച്മെൻറ്റ് ലാർജ് വെറൈറ്റി ഓഫ് ABS പോളിമർ. ഓക്കെ, എനിക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ മോണോമേഴ്സിൻ്റെ റേഷ്യോ അനുസരിച്ച് എനിക്ക് ഡിഫറെൻറ്റ് ABS പോളിമേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ABS പോളിമേഴ്സിൽ മെയിനായിട്ട് എന്തുണ്ട്, 3 മോണോമേഴ്സ് ഉണ്ട്. ദെൻ അതിൻ്റെ എമൗണ്ട് അനുസരിച്ച് അല്ലെങ്കിൽ വാരിയേഷൻസ് അനുസരിച്ച് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ലെവൽ അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ്, ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് ആര് തരുന്നുണ്ട്, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ആൾ എന്ന് പറയുന്ന നമ്മളുടെ അക്രിലോനൈട്രയിൽ തരുന്നുണ്ട് കെമിക്കൽ റെസിസ്റ്റൻസ്, ഹീറ്റ് റെസിസ്റ്റൻസ്. പിന്നെ ഗ്ലോസിനെസ്, പ്രോസസബിലിറ്റി ആര് തരുന്നുണ്ട്, സ്റ്റൈറീൻ തരുന്നുണ്ട്. അതാണ് ഇവിടെ ഞാൻ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്ലോസിനെസ് അതേപോലെ തന്നെ ഗുഡ് പ്രോസസബിലിറ്റി. പിന്നെ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആര് തരുന്നുണ്ട്, മൂന്നാമത്തെ ആൾ തരുന്നുണ്ട്. ആരാ, നമ്മളുടെ സ്റ്റൈറീൻ ഇല്ലാത്ത നമ്മളുടെ ബ്യൂട്ടാഡൈൻ. ഓക്കെ, ബ്യൂട്ടാഡൈൻ എന്ത് തരുന്നുണ്ട്, ഇമ്പാക്ട് സ്ട്രെങ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുടെയും കൂടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ആപ്ലിക്കേഷൻസ് ലെവലിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാം, മോൾഡഡ് ആർട്ടിക്കിൾ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, ഹൗസ് ഹോൾഡ് ഗുഡ്, സ്പോർട്സ് ഗുഡ്സിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. ഇനി ഇലക്ട്രോ ലൂമിനസെൻ്റ് പോളിമേഴ്സ് എന്താണ്? ഇത് കണ്ടക്റ്റീവ് പോളിമേഴ്സ് ആണ്. കണ്ടക്ഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡോപ്പിംഗ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതെന്താണെന്നുള്ളത് മാത്രം നമ്മൾ പറഞ്ഞു പോവാണ്. ദാറ്റ് എമിറ്റ് ലൈറ്റ് വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് സപ്ലൈഡ്. ഇലക്ട്രിക് കറണ്ട് കൊടുക്കുമ്പോൾ അത് ലൈറ്റ് അല്ലേ, ചിലയിടത്തൊക്കെ നമ്മൾ ഡിസ്പ്ലേ കാണാറുണ്ട് അല്ലേ, അല്ല പേര് എഴുതി കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നു അല്ലേ, ഇലക്ട്രോ ലൂമിനസെൻറ്റ്. സോ എക്സാമ്പിൾ പോളിഫിനിലിൻ വിലിനിൻ അല്ലെങ്കിൽ പോളിഫ്ലോറിൻ അല്ലെങ്കിൽ പോളിതയോഫീൻ എന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഡിസ്പ്ലേ ഉപയോഗിക്കാം, ലൈറ്റിംഗ് ആൻഡ് സൈനേജിന് ഉപയോഗിക്കാം, ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ആൻഡ് ഡിറ്റക്ടേഴ്സിന് ഉപയോഗിക്കാം. വേറൊന്ന് ബയോ പോളിമർ ആണ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ സോഴ്സ് ആയിരിക്കും ഞാൻ പോളിമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ആയിരിക്കും, ഡിറൈവ്ഡ് ഫ്രം ബയോളജിക്കൽ സോഴ്സ്. എക്സാമ്പിൾ പോളിസാക്രൈഡ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ബയോളജിക്കലാണ്. പ്രോട്ടീൻ, സിൽക്ക് വൂള്, ദെൻ പോളിഹൈഡ്രോക്സി ആൽക്കണൈറ്റ്, ഇതൊക്കെ ബയോ പോളിമർ ആണ്. പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാക്കേജിങ്ങിന് ഉപയോഗിക്കാം, ഡിസ്പോസിബിൾ പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, കാരണം ഡീഗ്രേഡബിൾ ആണ്, പൊല്യൂട്ടൻസ് ഉണ്ടാക്കുന്നില്ല. ടിഷ്യൂ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ഇംപ്ലാന്റിൽ ഉപയോഗിക്കാം, ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ഫാർമസ്യൂട്ടിക്കൽസിൽ ഉപയോഗിക്കാം. ഇനി വേറെ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരാളാണ് പോളി അനിലിൻ വരുന്ന കണ്ടക്റ്റീവ് പോളിമർ. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ആൻറ്റി സ്റ്റാറ്റിക് കോട്ടിങ്, അതായത് നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുക, ആൻറ്റി സ്റ്റാറ്റിക് കോട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിങ്, സെൻസറൊക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് പോളിമേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരാളാണ് ടെമ്പറേച്ചർ റെസ്പോൺസീവും pH റെസ്പോൺസീവും ആയിട്ടുള്ള പോളിമേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് പോളി എനൈസോപ്രോപ്പൈൽ അക്രിലമൈഡും പോളി അക്രിലിക് ആസിഡും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ആളും അതേപോലെ തന്നെ ഇലക്ട്രോ ലൂമിനസെൻറ്റും പിന്നെ ABS അതേപോലെ തന്നെ നമ്മളുടെ കെവ്ലാർ. ഓക്കെ, സോ ഇതിൻ്റെ പേര് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ പോളി അമൈഡ് ആണ്, പോളിമറൈസേഷൻ ഓഫ് ടെറിഫ്താലിക് ആസിഡ്, ഡൈക്ലോറൈഡ് ആൻഡ് പാരാമിനോലൈൻ, പോളി പാരാഫിനിലിൻ ടെറിഫ്താലമൈഡ്. ഓക്കെ, സോ ഇത്രയും നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ പേരും അതിൻ്റെ ഏത് ടൈപ്പ് പോളിമർ ആണെന്നുള്ള കേസും മോണോമർ ഏതാണെന്നുള്ള കേസും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം പോളിമറിൻ്റെ ബേസിൽ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുള്ളത് എപ്പോഴും ഇത് കണ്ടൻസേഷൻ ആണോ, അഡീഷൻ ആണോ,
ദെൻ പോളിയമൈഡ് ആണോ, അല്ലെങ്കിൽ അതിലുള്ള ലിങ്കേജ് ഏതാണ്, ദെൻ ബൈ പ്രൊഡക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ മോണോമർ ഏതാണ്, ദെൻ അതിലുള്ള ഇപ്പോൾ ABS എടുക്കുകയാണെങ്കിൽ അതിലുള്ള മോണോമർ ഏതാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.